ഹായ് ഫ്രണ്ട്സ്, മോട്ടോ ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ യമഹ FZ അതുപോലെ തന്നെ മറ്റ് പല ബൈക്കുകൾ, ബുള്ളറ്റ് അതുപോലത്തെ ബൈക്കുകളുടെ എല്ലാം ആക്സിലേറ്റർ സ്റ്റക്കാകുന്ന, ആക്സിലേറ്റർ കേബിളല്ല, ആക്സിലേറ്റർ സ്റ്റക്കാകുന്നതിൻ്റെ റീസൺ എന്താണ്, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ കാർബറേറ്ററിൻ്റെ അകത്ത് സ്റ്റക്ക് വരുന്നതിൻ്റെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ ആക്സിലേറ്റർ ഇരിക്കുകയാണ്. അത് തിരിച്ച് റിട്ടേൺ വരത്തില്ല. നമ്മൾ ഓടിച്ചുകൊണ്ടൊക്കെ കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും വണ്ടി, തിരിച്ചത് റിട്ടേൺ പോകത്തില്ല. അപ്പം കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കേബിളിൻ്റെ അല്ല, നമ്മുടെ ആക്സിലേറ്ററിൻ്റെ ആ ഒരു ബട്ടർഫ്ലൈ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആക്സിലേറ്റർ കേബിൾ ഇടുന്ന ആ ചാനൽ, ബട്ടർഫ്ലൈ എന്നൊക്കെ വിളിക്കും അതിന്, അതാണ് സ്റ്റക്കാവുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ഈ കാണുന്ന ബട്ടർഫ്ലൈ ഉണ്ടോ, ഇതിൻ്റെയാണ് ഈ ഒരു പ്രശ്നം. ഈ സംഭവം മേളിലോട്ട് പോയി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം അതെങ്ങനെ നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് മാറ്റാം. കാർബറേറ്റർ മാറ്റണം എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനെയുണ്ട്, പക്ഷേ കാർബറേറ്റർ ഒന്നും റീപ്ലേസ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അത് നമ്മുടെ ഈ കാർബറേറ്ററിനെ നമുക്ക് പുറത്തോട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കേബിളും ബാക്കി സംഭവങ്ങളുമൊക്കെ അഴിച്ചെടുക്കുക. അതുപോലെ കേബിൾ, അതിൻ്റെ ചോക്ക്, അങ്ങനത്തെ ഇതിനോട് ചേർന്ന് വരുന്ന ഫിറ്റിങ്സ് എല്ലാം നമ്മൾ ആദ്യം കാർബറേറ്ററിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് നമ്മുടെ കാർബറേറ്റർ പുറത്തേക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലങ്കി കൊണ്ട് 2 ക്ലാമ്പ് വരുന്നുണ്ട്. ആ 2 ക്ലാമ്പും ആദ്യം തന്നെ അഴിച്ചു മാറ്റുക. അതിനുശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കാർബറേറ്ററിനെ പുറത്തേക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കാർബറേറ്ററിൻ്റെ ആക്സിലേറ്റർ പൊസിഷൻ സെൻസറിൻ്റെ ഒരു ഇതുണ്ട്, അതും കൂടി ഊരി വിടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോക്കും ഊരി വിടുക. ചോക്കും കൂടി ഊരി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർബറേറ്ററിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഊരുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ചോക്കിന് എന്തെങ്കിലും സ്റ്റക്കോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ചോക്കിനെ നല്ലപോലെ ലൂസ് ചെയ്ത്, അതായത് ചെറിയ ലൂബ് പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ ആ ചോക്കിനെ നല്ലപോലെ ആ കാർബറേറ്ററിൻ്റെ അകത്ത് ഫ്രീ ആക്കി കൊടുക്കുക. അത് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നില്ല, ഞാൻ മറ്റൊരു വീഡിയോക്കകത്ത് കാണിക്കാം. അങ്ങനെ ചോക്ക് സ്റ്റക്കൊക്കെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണിക്കും. അത് ഞാൻ മറ്റൊരു വീഡിയോക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഈ ബട്ടർഫ്ലൈയുടെ പ്രശ്നമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ശകലം ലൂബ് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് ഇതിനെ ബട്ടർഫ്ലൈയെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ നല്ലപോലെ ഫ്രീ ആകും. സംഭവം ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്, വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഈ ബട്ടർഫ്ലൈ സ്റ്റക്കാകുന്നത്. ഇതുപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ കയ്യിൽ WD-40 എന്ന് പറയുന്ന ആ ഒരു ആൻറ്റി റസ്റ്റ് എന്നൊക്കെ പറയുന്ന, ഡെസ്ക്ടോപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്പ്രേ ഉണ്ടെങ്കിൽ ആ ഒരു ബട്ടർഫ്ലൈയുടെ 2 പോർഷനിലും അടിച്ചു കൊടുക്കും നല്ലപോലെ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തുരുമ്പോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയാണ്. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം ഈ ബട്ടർഫ്ലൈനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ടിൽറ്റ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ വളരെ ഫ്രീ ആകുന്നതായിരിക്കും. അതിനുശേഷം കുറച്ച് ലൂബോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് നല്ലപോലെ കുറച്ച് നേരം ഇതിനെ ആ ഒരു പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിച്ചെന്ന് വളരെ വൃത്തിയായിട്ട് അത് വളരെ സ്മൂത്താകും. അതിനുശേഷം നമുക്ക് ഈ കാർബറേറ്റർ അങ്ങ് ക്ലീൻ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച ഓയിലൊക്കെ അതിൻ്റെ അത് കാണും. അപ്പോൾ ആ ഒരു പദാർത്ഥങ്ങളൊക്കെ പോകാൻ വേണ്ടി ക്ലീൻ ചെയ്യുക. ഏതായാലും നമ്മൾ കാർബറേറ്റർ അഴിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തിട്ട് കയറ്റുന്നതായിരിക്കും അതിൻ്റെ ഒരു പെർഫെക്റ്റ് രീതി. അപ്പോൾ നമ്മൾ അതിൻ്റെ കാർബറേറ്ററിനെ ഒന്ന് ക്ലീൻ ചെയ്യുക, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കാർബറേറ്റർ വളരെ നല്ല കാർബറേറ്റർ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ ജസ്റ്റ് അതിൻ്റെ ജെറ്റുകളും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിനെ കയറ്റുന്നത്. കാർബറേറ്റർ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് കയറി കാണാം. നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കാർബറേറ്റർ അതേപടി തിരിച്ച് ഫിറ്റ് ചെയ്യുക. ബാക്കി ചോക്കും കാര്യങ്ങളും ഒക്കെ അതേപടി തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ചോക്കിന് സ്റ്റക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചോക്കൊക്കെ നല്ല ഫ്രീ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിതെല്ലാം തിരിച്ച് പിടിപ്പിക്കുന്നത്. ചോക്ക് സ്റ്റക്കാകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ സ്റ്റക്കായതിൻ്റെ റീസൺ. ഇതിൻ്റെ അകത്ത് ഓയിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഒക്കെ വന്നുകൊണ്ടാണ് നമ്മുടെ ബട്ടർഫ്ലൈ സ്റ്റക്കായത് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. തിരിച്ച് നമ്മുടെ കാർബറേറ്റർ നമ്മൾ പഴയ പൊസിഷനിൽ തന്നെ റീസെറ്റ് ചെയ്യുക. നമ്മുടെ കേബിളും കാര്യങ്ങളും എല്ലാം പഴയ പോലെ തന്നെ വെച്ച് പഴയ പൊസിഷനിൽ നമ്മുടെ കാർബറേറ്ററിനെ റീസെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. കാർബറേറ്റർ റീസെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ സെയിം ആ ഒരു പൊസിഷനിൽ തന്നെ തിരിച്ചതിനെല്ലാം റീഫിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം. അതേപോലെ ഇത് കാർബറേറ്റർ റീഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്.
രണ്ട് സൈഡും നല്ലപോലെ ടൈറ്റ് ചെയ്യണം. എയർ കയറാത്ത രീതിയിൽ, എയർ പുറത്തുനിന്ന് വലിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇതും ടൈറ്റ് ചെയ്യുക. എൻജിൻ്റെ ഇതിലേക്ക് വരുന്ന ആ മൗണ്ടിങ്ങിൻ്റെ അതും റബ്ബറിൻ്റെ അതും നല്ലപോലെ ടൈറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ എയർ ഫിൽറ്ററിലോട്ട് പോകുന്ന ആ റബ്ബറിൻ്റെ ഹോസും നല്ല രീതിയിൽ തന്നെ ആ ക്ലാമ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് ആ പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ നമ്മുടെ കേബിളിനെ തിരിച്ച് റീസെറ്റ് ചെയ്യുക. അല്ലാതെ കറക്റ്റ് ആ പാത്തിൽ കൂടെ ഇടാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കേബിള് സ്റ്റക്കായി നിൽക്കും. അപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും, ഇത് കംപ്ലയിൻറ്റ് റെഡിയായോ ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെ സ്റ്റക്കാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ചാനലിലേക്ക് കൂടി ഇടുക. ഇപ്പോൾ നമ്മുടെ ഇത് കറക്റ്റ് ചാനലല്ല കിടക്കുന്നത്, നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ ആ ഒരു കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് പാത്തിൽ കൂടെ അതിന് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കേബിൾ സ്റ്റക്കാവും. അപ്പോൾ ആ സ്റ്റക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറക്റ്റ് പാത്തിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കാർബറേറ്റർ ഓൾമോസ്റ്റ് നമ്മുടെ ഇതിൽ റീസെറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ഒരു കുഴപ്പമില്ല. സ്റ്റാർട്ടാക്കി നോക്കിയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അത് റിട്ടേൺ ആകുന്നുണ്ട്. അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ സംഭവം. നമ്മുടെ ആ ഒരു ഓസിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്, റീഫിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാർബറേറ്റർ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും.